ഒന്ന്, നിങ്ങൾ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് ദൈവം അവരുടെ മേലൊരു ന്യായവിധി അയക്കും. 2, പീഡകളും ഉപദ്രവങ്ങളും കഷ്ടതകളും സഹിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ ആശ്വാസത്തെ പ്രാപിക്കുവാനും ഇടയായിത്തീരും. വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനം. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ചില വചനങ്ങളെ നമുക്ക് തുടർച്ചയായിട്ട് ധ്യാനിക്കുവാനും പഠിക്കുവാനുമായി ഈ സമയം നമുക്ക് മാറ്റിവെക്കാം. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനമാണ്. പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനങ്ങൾ എല്ലാം തന്നെ ദൈവാത്മാവിന്റെ നിറവിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ലേഖനങ്ങൾ തന്നെയാണ്. അതിൽ ഈ 2 തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ വെറും 3 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ലേഖനമാണ്. അതിനകത്ത് നിന്ന് പല കാര്യങ്ങൾ നമുക്ക് ആഴമായി ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോടെ നമുക്ക് ഈ ഒരു ചെറു ധ്യാനത്തിലേക്ക്, പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നതിനേക്കാൾ ഉപരി അത്യാവശ്യമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒന്ന് താരതമ്യം ചെയ്യുവാൻ, ഒന്ന് നമുക്കതിനെ മാറ്റുരച്ച് നോക്കുവാൻ ഈ ചിന്തകളും പഠനങ്ങളും നമുക്ക് പ്രയോജനകരമായി തീരും. മാത്രമല്ല അത് ആത്മീയ വർധനവിനും കാരണമായി തീരും. 2 തെസ്സലോനിക്കർക്ക് ലേഖനം ബൈബിളിൽ 53-ാമത്തെ പുസ്തകവും പുതിയ നിയമത്തിൽ 14-ാമത്തെ പുസ്തകവുമാണ്. AD 50-51 കാലഘട്ടത്തിലാണ് ഈ തെസ്സലോനിക്കർക്ക് കൊരിന്തിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതിയത്. ആദ്യത്തെ ലേഖനം, 1-ാമത്തെ ലേഖനം എഴുതി ചില മാസങ്ങൾക്കുള്ളിൽ 2-ാമത്തെ ലേഖനവും എഴുതിയെന്നാണ് നമ്മൾ അതിൻ്റെ ചരിത്രരേഖകളെല്ലാം പഠിക്കുമ്പോഴും മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇത് എഴുതാനുണ്ടായ കാരണമെന്ന് പറയുന്നത് പൗലോസിൻ്റെ 2-ാമത്തെ മിഷണറി യാത്രയിലാണ് തെസ്സലോനിക്കർ സഭ സ്ഥാപിതമാകുന്നത്. എന്നാൽ അവിടെ അധിക നാൾ തനിക്ക് ശുശ്രൂഷകൾ ചെയ്യുവാൻ കഴിഞ്ഞില്ല. ഒരുപാട് ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും നേരിട്ടപ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായം 1 മുതൽ നമ്മൾ വായിക്കുമ്പോൾ 9 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് മനസ്സിലാക്കാൻ കഴിയും പൗലോസ് അപ്പോസ്തലൻ അവിടെ നിന്ന് തെസ്സലോനിക്കയിൽ നിന്ന് താൻ ബെരോവയിലേക്ക് പോയി എന്ന് കാര്യങ്ങൾ കാണാനായിട്ട് കഴിയും. അങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അവിടുത്തെ ശുശ്രൂഷകളെ മറ്റു പലരെയും ഭരമേൽപ്പിച്ചിട്ട് താൻ കടന്നുപോയി. എന്നാൽ 1-ാം ലേഖനത്തെ തുടർന്ന് സഭയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി. പല ദുരുപദേശങ്ങൾ കടന്നു വന്നു, പലവിധമായ എതിർപ്പുകൾ അതിനകത്ത് കയറി വന്നു. ആൾക്കാരെല്ലാം വേറൊരു ആത്മീയ തലത്തിലേക്ക് കയറുവാൻ തൊക്കൊണ്ടുമിടയായി. അതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് 2-ാമത്തെ ലേഖനം എഴുതുന്നത്. ഈ ദുരുപദേശങ്ങൾ പെരുകി വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തു 2-ാം വരവിനെക്കുറിച്ചെല്ലാം പൗലോസ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കും എന്ന് കരുതിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ജീവിതത്തിൽ അവരുടെ പ്രവർത്തികൾ അവസാനിപ്പിച്ചു, ജോലികൾ അവസാനിപ്പിച്ചു. കർത്താവ് ഉടനെ എന്ന് പറഞ്ഞ് അതീവമായിട്ടുള്ള ഒരു എക്സ്ട്രീമായിട്ടുള്ള ഒരു വിശ്വാസത്തിലേക്ക് അവർ കടന്നു വരാൻ തൊക്കൊണ്ടുമിടയായി. പ്രവർത്തികളും ജോലികളൊക്കെ അവസാനിപ്പിച്ചു. കർത്താവിൻ്റെ വരവിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്ന അത്രയും തീക്ഷ്ണമായ ഒരു അവസ്ഥയിലേക്ക് അവർ എത്തിച്ചേർന്നു. അത് അവരുടെ ജീവിതത്തിൽ വളരെയധികം ദുരുപദേശങ്ങൾ നിമിത്തം വരുന്ന ഒരു കാര്യമായി മാറിയപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് 2-ാമത്തെ ലേഖനത്തിലൂടെ അവർക്ക് വേണ്ടതായ ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ഇത് എഴുതാൻ ഉണ്ടായ ഉദ്ദേശങ്ങൾ ഞാനൊന്ന് വേഗത്തിൽ പറയാം. 1-ാമത്തെ അധ്യായം 4 മുതൽ 12 വരെ നമ്മൾ വായിക്കുമ്പോൾ പീഡനത്തിലിരിക്കുന്നവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം താൻ എഴുതിയത്. മാത്രമല്ല 2-ാമത്തെ അധ്യായം 1 മുതൽ 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദുരുപദേശത്താൽ പതറിപ്പോയവരെ തിരുത്താൻ വേണ്ടിയിട്ട്, ദുരുപദേശം കർത്താവിൻ്റെ 2-ാം വരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല ദുരുപദേശങ്ങൾ കയറി വന്നു. ഈ ദുരുപദേശം കേട്ടപ്പോൾ പലരും വിശ്വാസത്തിൽ പതറിപ്പോയി. അങ്ങനെയുള്ളവരെ ബലപ്പെടുത്താൻ വേണ്ടി, അങ്ങനെയുള്ളവരെ തിരുത്താൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ലേഖനം എഴുതിയത്. 3-ാമതായി നമ്മൾ നോക്കുകയാണെങ്കിൽ 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവകൽപ്പനയോട് അനുസരണക്കേട് കാട്ടിയവരെ ശാസിക്കുന്നതിനും ഈ ലേഖനം എഴുതിയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കർത്താവ് 2-ാം വരവെന്ന് പറയുമ്പോൾ ഉൽപ്രാപണം, റാപ്ചർ, കർത്താവിൻ്റെ നാൾ, രാജാവായി ക്രിസ്തു വരുന്നത്, ഇതിനെക്കുറിച്ചെല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ഇതിനെ ഒന്ന് 3ആയിട്ട് തിരിച്ച് പഠിച്ചാൽ അതിൻ്റെ ആദ്യത്തെ അധ്യായം 1-ാം ഭാഗം, 2-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാം ഭാഗം, 3-ാമത്തെ ഭാഗത്തിൽ 3-ാമത്തെ അധ്യായം. ഓരോ അധ്യായങ്ങളും ഓരോ ഭാഗങ്ങളായിട്ട് നമുക്കതിനെ വേർതിരിച്ച് പഠിക്കാനായിട്ട് കഴിയും, അതിനെ വിഭജിച്ച് പഠിക്കാനായിട്ട് കഴിയും. അപ്പോൾ 1-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 1-ാമത്തെ ഭാഗത്തിനകത്ത് ധാരാളം കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു. 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്ത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് 1-ാം ഭാഗമാകുന്ന 1-ാം അധ്യായം. അവിടെ പറയുന്നു, പീഡനങ്ങളിൽ പൗലോസ് അവരെ ആ തെസ്സലോനിക്ക സഭയിലുള്ളവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുകയാണ്. അതാണ് 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കാണുന്നത്. ഈ പീഡനങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ കൊണ്ട് വിഷമിച്ചിരിക്കുന്ന തെസ്സലോനിക്ക സഭയിലുള്ളവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതിൻ്റെ 1-ാം അധ്യായം തന്നെ നമുക്ക് 4 ഭാഗങ്ങളായിട്ട് വേർതിരിച്ച് പഠിക്കാനായിട്ട് കഴിയും. അതിന് 1-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് വന്ദനമാണ്. ഈ
തെസ്സലോനിക്ക സഭയെ അദ്ദേഹം ഗ്രീറ്റ് ചെയ്തുകൊണ്ട് വന്ദനം അറിയിച്ചുകൊണ്ട് എഴുതുകയാണ്. 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഭയ്ക്ക് വന്ദനം അർപ്പിക്കിങ്ങനെയാണ്: പിതാവായ ദൈവത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു. അതായത് സഭയെ മറ്റു കൂടിവരവുകളിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്ന പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ അതിനെ ഉറപ്പിക്കുന്നതായ വാക്കുകളാണ് പൗലോസ് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൽ എന്നും താൻ പറയുന്നു വന്ദനം അറിയിക്കുമ്പോൾ. പിതാവായ ദൈവത്തിലും കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ക്രിസ്തീയ കൂടിവരവാണ്. ബാഹ്യമായ തലത്തിലുള്ള ഭൗതികമായ തലത്തിലുള്ള കൂടിവരവിൽ നിന്ന് നമ്മളെ പിതാവായ ദൈവത്തിൽ ദൈവം നമ്മളെ വേർതിരിച്ച് ക്രിസ്തുവിൽ നമ്മളെ ഒന്നാക്കി ആ ഒരു ക്രിസ്തീയ കൂട്ടായ്മയ്ക്കകത്ത് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു. അത് സൂചകമാക്കിക്കൊണ്ടാണ് 1-ാമത്തെ വാക്യത്തിൽ തൻ്റെ വന്ദനത്തെ താൻ പറയുന്നു. 1-2 വാക്യങ്ങളിൽ അവിടെ ആശംസകൾ അറിയിക്കുന്ന ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അറിയിച്ചുകൊണ്ട് അവർക്ക് വന്ദനം അറിയിക്കുകയാണ് പൗലോസ്. 1-ാം അധ്യായത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ സഭയുടെ വളർച്ചയിൽ അദ്ദേഹം ദൈവത്തെ സ്തുതിക്കുകയും സഭയെ പ്രശംസിക്കുകയും ചെയ്യുന്നു. കുറേ കുറ്റങ്ങൾ പറഞ്ഞ് അവരെ തളർത്തുകയല്ല ചെയ്യുന്നത്. പിന്നെയോ തെസ്സലോനിക്ക സഭയുടെ ദൈവം പ്രവർത്തിച്ച സഭയിലുണ്ടായ വളർച്ചയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ അവിടെ തെസ്സലോനിക്ക സഭയിലുള്ള വിശ്വാസികളെ താൻ പ്രശംസിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ 3-4 വാക്യങ്ങൾ, 1-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ നമുക്കത് കാണാം. എന്താണ് പ്രശംസകൾ? ഒന്നാമതായി അദ്ദേഹം പ്രശംസിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വിശ്വാസത്തിൽ വളരുന്നു, അതിര് കവിഞ്ഞ് വളരുക എന്ന അർത്ഥത്തോടുകൂടെയാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ അവരുടെ വിശ്വാസത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസം എന്ന് പറയുന്നത് ഒരു കൃപയുടെ വിത്താണ്. ആ കൃപയുടെ വിത്താകുന്ന വിശ്വാസം അത് മണ്ണിൽ തന്നെ ദ്രവിച്ചു പോകാനായിട്ടല്ല, അനുദിനം അത് വളർന്ന് പടർന്ന് പന്തലിക്കാനായിട്ടുള്ളതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ വിശ്വാസത്തിൽ വളരുന്നു, അത് അതിരുകവിഞ്ഞു വളരുന്നു എന്നൊരു തലത്തിൽ ഈ സഭയെ അദ്ദേഹം പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയെ പ്രശംസിക്കുകയാണ്. രണ്ടാമതായിട്ട് കാണുന്നത് നിങ്ങളുടെ വിശ്വാസം വളരുന്നതോടൊപ്പം തന്നെ സ്നേഹവും പെരുകുന്നു എന്ന് പറയുന്നു. അപ്പോൾ സ്നേഹത്തിൻ്റെ ആ ഒരു 3-ാം വാക്യത്തിൽ ഇത് കാണുന്നു. സ്നേഹവും പെരുകി വരികയാണ്. നിങ്ങളുടെ വിശ്വാസം വളരുന്നു, സ്നേഹവും പെരുകുന്നു. പലർക്കും വിശ്വാസം വളരുമ്പോൾ സ്നേഹം ചിലപ്പോഴും താഴോട്ടാണ് പോകാറുള്ളത്, അല്ലേ? വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ പല കുടുംബങ്ങൾക്കകത്തും ഭിന്നതകളുണ്ട്. വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ ഒരു സഭയ്ക്കകത്ത് തന്നെ ഭിന്നതയുണ്ട്. പരസ്പരം അംഗീകരിക്കാൻ കഴിയുന്നില്ല, പോരാട്ടങ്ങളാണ്, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആ ദൈവികമായ വിശ്വാസത്തോടൊപ്പം തന്നെ സ്നേഹവും വളരുന്നു. അതാണ് 1 കൊരിന്ത്യർക്കെഴുതിയ 13-ാം വാക്യത്തിൽ സ്നേഹവചനങ്ങൾ എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവിടെ പറയുന്ന സ്നേഹം എന്ന് പറയുന്നത് അഗപ്പേ സ്നേഹമാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, നിർവ്യാജമായ സ്നേഹമാണ്. ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് നൽകുന്ന ദൈവസ്നേഹത്തെ പ്രകീർത്തിക്കുന്നൊരവസ്ഥ. ആ സ്നേഹത്തിൽ നിങ്ങൾ വിശ്വാസത്തിലും അതുപോലെ സ്നേഹത്തിലും നിങ്ങൾ വളരുന്നു എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കയിലുള്ള സഭയിലുള്ള വിശ്വാസികളെ പ്രശംസിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിട്ട് നമുക്കത് കാണാം. പറഞ്ഞിരിക്കുന്ന ആ സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയിരിക്കുന്നതാണ്. എല്ലാവർക്കും അന്യോന്യം സ്നേഹം പെരുകിയിരിക്കുന്നു. അതൊരു വലിയ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇന്നത്തെ സഭകൾക്കകത്ത്, നമ്മുടെ വീടുകൾക്കകത്ത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പെരുകി വരുന്ന ഒരു ദൈവസ്നേഹം ഉണ്ടോ? നമ്മുടെ വിശ്വാസത്തോടൊപ്പം അത് വളരുന്നുണ്ടോ എന്ന് നാം തന്നെ പരിശോധിക്കാൻ ഈ പഠനങ്ങൾ നമുക്ക് കാരണമായി തീരട്ടെ. മൂന്നാമതായി പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ സഹിഷ്ണുതയും കുറിച്ച് അദ്ദേഹം പുകഴ്ത്തി പറയുകയാണ്. അവരുടെ സഹിഷ്ണുത നോക്കുക. ഈ റോമർക്ക് ലേഖനം 5-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ കഷ്ടത സഹിഷ്ണുതയെയും, സഹിഷ്ണുത സിദ്ധതയെയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് ഞങ്ങൾ കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്. ഇവിടെ തെസ്സലോനിക്ക സഭയിലേക്ക് വരുമ്പോൾ അവർ വിശ്വാസത്തിൽ വളരുന്നു, സ്നേഹത്തിൽ അവർ പെരുകുന്നു, അതോടൊപ്പം തന്നെ അവർ സഹിഷ്ണുതയുള്ളവരായി. ഒരുപാട് ഉപദ്രവങ്ങളും കഷ്ടതകളും പ്രതികൂലങ്ങളും ഉള്ളപ്പോഴും സഹിഷ്ണുതയോടുകൂടെ അവർ ആ കഷ്ടതകളുടെ നടുവിലും പ്രത്യാശയുടെ ഘട്ടങ്ങളിലേക്ക് അവർ ഉയർന്നു വരുന്നത് കണ്ട് പൗലോസ് അപ്പോസ്തലൻ അവരെ പ്രശംസിക്കുന്നു. വളരെ സന്തോഷകരമായ ഒരു ആത്മീയ അനുഭവമാണ് ഈ സഭയ്ക്കകത്ത്, ഈ പ്രശംസകൾക്കകത്ത് കാണുന്നത്. എന്നാൽ അവരുടെ ജീവിതത്തിൽ ചില തെറ്റുകളും ഉള്ളതിനെയും തിരുത്തുവാനും പൗലോസ് മടി കാണിക്കുന്നില്ല. അത് വളരെ പരിജ്ഞാനത്തോടുകൂടെ, ആവശ്യമായിരിക്കുന്ന ദൈവപരിജ്ഞാനത്തോടുകൂടെ, ദൈവസ്നേഹത്തോടുകൂടെ ഈ ലേഖനത്തിലൂടെ അവരെ തിരുത്തുവാനായിട്ട് പൗലോസ് വളരെ ശ്രദ്ധാപൂർവം താൻ അതിനുവേണ്ടി പ്രയത്നിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ഭാഗം 1-2 വാക്യങ്ങളിൽ അവർക്ക് പിതാവായ ദൈവത്തിൻ്റെയും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള സ്നേഹബന്ധനവും സമാധാനവും അവർക്ക് കൃപയും അദ്ദേഹം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ സഭയുടെ വളർച്ചയിൽ ദൈവത്തെ സ്തുതിക്കുകയും അവരുടേതാകുന്ന പ്രവർത്തികളെ ഓർത്തിട്ട് അവരെ പ്രശംസിക്കുകയും ചെയ്യുന്നു. ആ പ്രശംസകൾ വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും വളർന്നു വരുന്ന തെസ്സലോനിക്ക സഭയെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്യുന്നു. 3-ാമത്തെ ഭാഗത്തിൽ, ഈ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ ഭാഗം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ക്രിസ്തുവിൻ്റെ 2-ാം വരവിൻ്റെ അടിസ്ഥാനത്തിൽ
ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ ദർശനത്തിൽ അവർക്ക് ആശ്വാസം നൽകുന്ന, ധൈര്യം നൽകുന്ന വാക്കുകളാണ് ഈ 1-ാം അധ്യായത്തിൻ്റെ 3-ാം ഭാഗത്തിൽ പൗലോസ് ഉപയോഗിക്കുന്നത്. അവിടെ അവരുടെ സഹിഷ്ണുതയും വിശ്വാസവും എന്നെല്ലാം പറഞ്ഞ് അവരുടെ കഷ്ടപ്പാടുകൾ ദൈവരാജ്യത്തിന് വേണ്ടി ആയതിനാൽ ദൈവരാജ്യത്തിന് യോഗ്യരായി എണ്ണും എന്ന ദൈവത്തിൻ്റെ നീതിയുള്ള വിധിക്ക് അടയാളമാകുന്നു എന്ന് പറയുകയാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ദൈവരാജ്യത്തിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് അത് ദൈവരാജ്യത്തിന് യോഗ്യരായി എണ്ണും എന്ന ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയുടെ അടയാളമാണ്. കഷ്ടതകൾ കടന്നു വരുമ്പോൾ നാം ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോവുകയല്ല. ഇത് ദൈവരാജ്യത്തിനു വേണ്ടി, കർത്താവിൻ്റെ രാജ്യത്തിനു വേണ്ടി ഞാൻ ഈ കഷ്ടം സഹിക്കുകയാണ് എന്ന് പറയുമ്പോൾ അത് ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ് നമ്മൾ എന്നത് ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഒരു നീതിയുടെ അടയാളമായി ആ കഷ്ടപ്പാടുകളെ അവിടെ പൗലോസ് വർണ്ണിച്ചിരിക്കുന്നത് കാണാം. പിന്നെ നമ്മൾ അതിൻ്റെ 6, 7, 8 മുതൽ അതിൻ്റെ 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പറയുന്നത് നിങ്ങളുടെ ഉപദ്രവങ്ങൾക്ക് 2 വിധത്തിലുള്ള പ്രതിഫലമുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. നിങ്ങൾക്ക് ഉപദ്രവങ്ങൾക്ക് പ്രതിഫലമുണ്ട്, 2 വിധത്തിലാണ്. ഒന്ന്, അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതിയുള്ള വിധിയാണ്. അതിനകത്ത് പീഡിപ്പിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ്. നിങ്ങൾ കഷ്ടം സഹിക്കുമ്പോൾ, മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിങ്ങൾ ഉപദ്രവിക്കുമ്പോൾ, നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ, നിങ്ങൾ ഓർക്കുക, ആ ഒരു പ്രതിഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനകത്തൊരു ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകും. അത് നിങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ മേലുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാണ് എന്ന് പൗലോസ് പറയുന്നു. രണ്ടാമത്, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ നടുവിൽ നിങ്ങൾക്കുള്ള ഫലം എന്താണ്? അവിടെ ദൈവത്തിൻ്റെ നീതിയെ അവിടെ വെളിപ്പെടുത്തുന്നത് എന്താണ്? പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ആശ്വാസം ദൈവം പകർന്നു തരും. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നിങ്ങൾ ഈ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് ദൈവം അവരുടെ മേലൊരു ന്യായവിധി അയക്കും. 2, പീഡകളും ഉപദ്രവങ്ങളും കഷ്ടതകളും സഹിക്കുന്ന നിങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ ആശ്വാസത്തെ പ്രാപിക്കുവാനും ഇടയായിത്തീരും. റോമാക്കാർക്ക് ലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളത്രേ. ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ കഷ്ടം സഹിക്കുന്നുവെങ്കിൽ അവൻ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ തേജസ്കരിക്കപ്പെടുകയും ചെയ്യും. അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ. ക്രിസ്തു മരിച്ചു. ഒരുപാട് കഷ്ടതകളിലൂടെ, ഒരുപാട് വേദനകളിലൂടെ, ഒരുപാട് തിക്താനുഭവങ്ങളിലൂടെ കർത്താവ് കടന്നുപോയി. ഉപദ്രവങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ് ക്രൂശിൽ അത്ര വേദന സഹിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് ക്രൂശിൽ മരിച്ചു. എന്നാൽ ആ കർത്താവ് മരണത്തെ ഉയർത്തെഴുന്നേറ്റവനായി, തേജസ്കരിക്കപ്പെട്ടവനായി സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നമ്മളെ ഇരുത്തുവാൻ കർത്താവ് വരികയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നിങ്ങളും അതുപോലെ ക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ കഷ്ടം സഹിക്കുന്നെങ്കിൽ, നിങ്ങൾ കർത്താവിൻ്റെ മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ നിങ്ങളും തേജസ്കരിക്കപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഉപദ്രവങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും കണ്ട് നിങ്ങൾ മടിച്ചു നിൽക്കരുത്, നിങ്ങൾ തളർന്നു പോകരുത്, നിങ്ങൾ ക്ഷീണിതരായി പോകരുതെന്ന് പറഞ്ഞ് ഈ തെസ്സലോനിക്ക സഭയിൽ വേദനകളിലൂടെ കടന്നു പോകുന്ന, ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന വിശ്വാസികളെ ധൈര്യപ്പെടുത്തി കർത്താവിൻ്റെ രണ്ടാം വരവിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു ദർശനത്തിൽ അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല, ഇവിടെ പീഡകളും ഉപദ്രവങ്ങളും പ്രതികൂലങ്ങളും ഏറിയെന്ന് വന്നേക്കാം. എന്നാൽ എൻ്റെ കർത്താവ് വരുവാൻ സമയമായി. അതുകൊണ്ട് നിങ്ങൾ പ്രതികൂലങ്ങൾ കണ്ട് പിന്മാറരുത്, ഉറച്ചു നിൽക്കണം, വിശ്വാസത്തിൽ മുന്നേറണം, നിങ്ങൾ സ്നേഹത്തിൽ വളരണം, സഹിഷ്ണുതയോടെ മുന്നേറണം. കാരണം നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധനകൾക്ക് ഒരു ഫലമുണ്ട്, കഷ്ടതകളുടെ മേൽ ഒരു വിജയമുണ്ട്. ധൈര്യപ്പെടുക. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ 1-ാമത്തെ അധ്യായത്തിൽ അവർക്ക് നൽകുന്നത്. 4-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിന് 4-ാം ഭാഗം 11ഉം 12ഉം വാക്യങ്ങളാണ്. അത് ഈ ശോധനകളിലൂടെ, ഈ പ്രയാസങ്ങളിലൂടെ, വിശ്വാസത്തിൻ്റെ പരിശോധനകളിലൂടെ, ഉപദ്രവങ്ങളിലൂടെ കടന്നു പോകുന്ന സഭയ്ക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥന നമുക്ക് അടുത്ത എപ്പിസോഡിൽ ധ്യാനിക്കാം, പഠിക്കാം. വളരെ വിശാലമായ അനുഭവങ്ങളാണ് ആ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് പ്രാർത്ഥിക്കുന്നത്. ഒരു 3-4 കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ദർശനത്തോടെ, വെളിപ്പാടോടുകൂടെ പൗലോസ് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. മറക്കരുത്. അടുത്ത 2-ാമത്തെ സെഷൻ, 2-ാമത്തെ ക്ലാസ്സും മറക്കാതെ നിങ്ങൾ കാണുവാൻ ശ്രദ്ധിക്കുക. ഈ ബൈബിൾ പഠനത്തിനായിട്ടിരിക്കുമ്പോൾ ദയവായിട്ട് നിങ്ങളൊരു ബുക്കും പേനയും കൂടെ എടുത്തു വച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിയിടുവാനും പിന്നത്തേതിൽ നിങ്ങൾക്കത് വായിക്കുകയും പഠിക്കാനും അത് സഹായകരമായി മാറുകയും അത് ആത്മീയ വർധനവിനും കാരണമായി തീരും. പൗലോസ് ഈ 1-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ 2 വാക്യങ്ങൾ, 11ഉം 12ഉം വാക്യങ്ങളിൽ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന തൻ്റെ ആത്മീയ വെളിപ്പാടുകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് നമ്മുടെ വിശ്വാസ ജീവിതത്തിന് വളരെ ഫലപ്രദമായി തീരും. ഇത്രയും നേരം നമ്മൾ ചിന്തിച്ചത് ഈ സഭ അനുഭവിക്കുന്ന പ്രതികൂലങ്ങളുടെ നടുവിൽ, ഉപദ്രവങ്ങളുടെ നടുവിൽ അവരെ സ്നേഹത്തോടെ ക്രിസ്തുവിലുള്ള കൂട്ടായ്മയെക്കുറിച്ച് അവർക്ക് വന്ദനം പറഞ്ഞുകൊണ്ട്, കൃപയും സമാധാനവും ആശംസിച്ചുകൊണ്ട് അവരുടെ സഭയുടെ വളർച്ചയുടെ ആ നന്മകൾ കണ്ട് ദൈവത്തെ സ്തുതിക്കുകയും അതോടൊപ്പം തന്നെ അവരെ പ്രശംസിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അവരെ ധൈര്യപ്പെടുത്തുകയാണ്. എന്താണ് ധൈര്യപ്പെടുത്തുന്നത്? കർത്താവ് വരാൻ സമയമായി. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ന്യായത്തിൻ്റെ വിധിയുണ്ട്. എന്നാൽ പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് കർത്താവിനോടുകൂടെ
തേജസ്കരിക്കപ്പെടുവാൻ, കർത്താവിൻ്റെ സർവ്വ ആശ്വാസവും നിങ്ങൾക്ക് അനുഭവിക്കുവാനും ദൈവത്തിൻ്റെ നിത്യമായ സമാധാനത്തിൻ്റെ നീതിയുള്ള വിധിയെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ധൈര്യമായിരിക്കുക എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ അതുവരെയും നമ്മൾ സൂക്ഷിച്ച് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.